നമസ്കാരം, ഞാൻ ശ്രീകുട്ടി. പ്രധാന വാർത്തകൾ. താമരശ്ശേരിയിൽ ഡോക്ടർക്ക് നേരെ ഉണ്ടായ വധശ്രമത്തിൽ വ്യാപക പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായി ആരോഗ്യ പ്രവർത്തകർ സമരം നടത്തി. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി പടിക്കൽ പ്രതിഷേധ യോഗവും റാലിയും. തെള്ളകത്ത് വീട്ടമ്മ കഴുത്തറുത്ത് മരിച്ച നിലയിൽ മരണപ്പെട്ടത് പൂഴിക്കുന്നേൽ ലീന ജോസ്. മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ രാത്രി വീടിന് പുറകിലായി. വിപണിയിൽ ഏത്തപ്പഴത്തിന്റെ വില കുറയുന്നു. പലയിടങ്ങളിലും 100 രൂപയ്ക്ക് 3 കിലോ. ഏത്തവാഴ കർഷകർ സാമ്പത്തിക പ്രതിസന്ധിയിൽ. പാലായിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക്. ഇന്നലെ SFI പ്രവർത്തകർ ജീവനക്കാരെ മർദ്ദിച്ചു. അപ്രതീക്ഷിത പണിമുടക്കിൽ വലഞ്ഞ യാത്രക്കാർ. വാർത്തകൾ വിശദമായി. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വിപിന് നേരെ ഉണ്ടായ വധശ്രമത്തിൽ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും പ്രതിഷേധിച്ചു. ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വിപിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചും ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ ജീവനക്കാർ പ്രതിഷേധിച്ചു. ആശുപത്രിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധത്തിന് ശേഷം ആശുപത്രി പടിക്കലേക്ക് റാലി നടത്തി. സൂപ്രണ്ട് ഡോക്ടർ സാവൻ സാറ മാത്യു, KGMO യൂണിറ്റ് കൺവീനർ ഡോക്ടർ മനു PS, സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ അനീഷ് വർക്കി, സെക്രട്ടറി അശോക് കുമാർ PV, വിനോദ് TJ, നഴ്സിംഗ് സൂപ്രണ്ട് ശ്രീരേഖ തുടങ്ങിയവർ പ്രസംഗിച്ചു. KGMOA, സ്റ്റാഫ് കൗൺസിൽ എന്നീ സംഘടനകൾ സംയുക്തമായാണ് പ്രതിഷേധ യോഗവും റാലിയും നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. തെള്ളകത്ത് വീട്ടമ്മയെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. പൂഴിക്കുന്നേൽ ലീന ജോസാണ് മരിച്ചത്. ഇന്നലെ രാത്രി വീടിന് പുറകുവശത്തായാണ് മൃതദേഹം കണ്ടത്. ഏറ്റുമാനൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോട്ടയം തെള്ളകത്ത് വീട്ടമ്മയെ വീടിനു പിന്നിൽ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. പൂഴിക്കുന്നേൽ വീട്ടിൽ ലീന ജോസിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 55 വയസ്സായിരുന്നു. ബുധനാഴ്ച അർദ്ധരാത്രി 12:30ഓടെയായിരുന്നു സംഭവം. ലീനയും ഭർത്താവ് ജോസ് ചാക്കോയും ഭർത്താവിന്റെ പിതാവും ലീനയുടെ ഇളയ മകൻ തോമസ് ജോസുമാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ഇവരുടെ മൂത്ത മകൻ ജെറിൻ തോമസ് കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം ഹോട്ടൽ നടത്തുകയാണ്. ഹോട്ടലിലെ ജോലിക്ക് ശേഷം മകൻ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് അമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇയാൾ വിവരം ഏറ്റുമാനൂർ പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഇന്ന് രാത്രി 1 മണിയോട് എന്നെ വിളിച്ചായിരുന്നു. സംഭവം ഞങ്ങളിവിടെ വന്നു. എന്നിട്ടും ചെറുക്കം വന്നപ്പോൾ ഇത് കണ്ടത്. മൂത്ത മകനെ കടയടച്ച് വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. അതിന് പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നതെല്ലാം. വിവരമറിഞ്ഞ് രാത്രി തന്നെ ഏറ്റുമാനൂർ പോലീസ് സംഘം സ്ഥലത്തെത്തി. മൃതദേഹത്തിനടുത്ത് നിന്ന് വാക്കത്തിയും കറിക്കത്തിയും കണ്ടെത്തി. മൃതദേഹം ഇൻക്വസ്റ്റിന് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിപണിയിൽ ഏത്തപ്പഴത്തിന് വില കുറയുന്നു. വിലയിലുണ്ടായ ഇടിവ് മൂലം വാഴ കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ഏത്തക്കായ ഇറക്കുമതി ചെയ്യുന്നതാണ് വിലയിടിവിന് കാരണം. വിപണിയിൽ ഏത്തപ്പഴത്തിന്റെ വില ഇടിയുന്നു. വിലയിലുണ്ടായ ഇടിവ് ഏത്തവാഴ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. 100 രൂപയ്ക്ക് 3 കിലോ ഏത്തപ്പഴം വിപണിയിൽ പലയിടങ്ങളിലും ലഭിക്കും. വഴിയോരങ്ങളിൽ വാഹനങ്ങളിൽ എത്തിച്ച് ഏത്തപ്പഴം കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പന നടത്തുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ഏത്തപ്പഴം എത്തിച്ചാണ് ഈ രീതിയിൽ വിൽപ്പന നടത്തുന്നത്. ഏത്തക്ക വിപണിയിലുണ്ടായ ഇടിവ് മൂലം വാഴ കർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. പാട്ടത്തിനടുത്ത സ്ഥലത്തും സ്വന്തം പുരയിടത്തിലും കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഉൽപാദന ചെലവ് കഴിഞ്ഞ് കാര്യമായ തുക ലഭിക്കും. കൃഷിഭവന്റെ കീഴിലുള്ള പ്രാദേശിക കാർഷിക വിപണന കേന്ദ്രങ്ങൾ വഴി ഏത്തക്കുലകൾ കൂടുതലായി വിറ്റഴിക്കാൻ നടപടിയുണ്ടായാൽ മാത്രമേ കർഷകർക്ക് ഇതുമൂലം പ്രയോജനം ലഭിക്കുകയുള്ളൂ. കർഷകരെ സഹായിക്കുന്നതിന് പ്രാദേശിക ഭരണകൂടം മുൻകൈയെടുക്കണമെന്ന് കർഷക കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. അംഗനവാടികളിലും സ്കൂളുകളിലും പ്രഭാത ഭക്ഷണത്തിൽ ഏത്തപ്പഴം ഉൾപ്പെടുത്തിയാൽ കർഷകർക്ക് പ്രയോജനം ചെയ്യുമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എബി ഐപ്പ് പറഞ്ഞു. കാർഷിക വിപണന കേന്ദ്രങ്ങളിൽ കച്ചവടമുണ്ടായാൽ മാത്രമേ കർഷകരിൽ നിന്നും കൂടുതലായി കുലകൾ സംഭരിക്കാൻ സാധിക്കൂ. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന മൂത്ത കുലകളായതുകൊണ്ട് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ കുലകൾ പഴുക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം ഒരു അടിയന്തര നടപടി സ്വീകരിച്ചുകൊണ്ട് കാർഷിക വിപണന കേന്ദ്രങ്ങളിൽ നിന്നും ഏത്തപ്പഴങ്ങൾ വാങ്ങി നഴ്സറികളിലും സ്കൂളുകളിലും പ്രഭാത ഭക്ഷണത്തിൽ ഏത്തപ്പഴം ഉൾപ്പെടുത്തിയാൽ ഒരു പരിധിവരെ കാർഷിക വിപണന കേന്ദ്രങ്ങളിൽ കെട്ടിക്കിടക്കുന്ന കുലകൾ വിൽപ്പന നടത്താൻ സാധിക്കും. അതുവഴി കർഷകർക്ക് വിപണിയിൽ ന്യായവില ഉറപ്പാക്കാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായിൽ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തി. ഇന്നലെ വൈകിട്ട് ബസ് ജീവനക്കാരെ SFI പ്രവർത്തകർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു മിന്നൽ പണിമുടക്ക്. പാലായിൽ സ്വകാര്യ ബസ് പണിമുടക്കിനെ തുടർന്ന് ജനം വലഞ്ഞു. ഇന്നലെ വൈകുന്നേരം SFI പ്രവർത്തകർ ജീവനക്കാരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രൈവറ്റ് ബസ് തൊഴിലാളികൾ ഇന്ന് മിന്നൽ പണിമുടക്ക് നടത്തിയത്. രാവിലെ 9 മുതൽ
വൈകുന്നേരം 6 വരെയായിരുന്നു പണിമുടക്ക്. കൺസെഷൻ നിഷേധിച്ചുവെന്നും അപമര്യാദയായി പെരുമാറിയെന്നും ബസ് ജീവനക്കാർ മർദ്ദിച്ചുവെന്നും ആരോപിച്ച് SFI നടത്തിയ പ്രതിഷേധത്തിനിടെയാണ് ബസ് ജീവനക്കാർക്ക് ഇന്നലെ മർദ്ദനമേറ്റത്. തൊടുപുഴയിൽ നിന്നുമുള്ള ബസ്സുകൾ ഈരാറ്റുപേട്ട മുട്ടൻകാവലയിൽ വരെ എത്തി തിരിച്ച് തൊടുപുഴയ്ക്ക് മടങ്ങി. അപ്രതീക്ഷിത സമരത്തിൽ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ട് ഉണ്ടായി. പണിമുടക്കിയ തൊഴിലാളികൾ ടൗണിൽ പ്രകടനവും നടത്തി. ന്യൂസ് ബ്യൂറോ, പാല. കോട്ടയം ജില്ലാ ആശുപത്രിയുടെ വികസനം തടസ്സപ്പെടുത്തിയ കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രാജിവെക്കണമെന്ന് LDF ആവശ്യപ്പെട്ടു. ആശുപത്രിയിൽ പുതിയ 10 നില കെട്ടിടം പണിയാൻ മണ്ണ് നീക്കം ചെയ്യുന്നതിന്റെ പേരിൽ പലതവണയായി തടസ്സമുന്നയിച്ച MLA സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത ഉണ്ടാക്കിയിരിക്കുകയാണെന്നും നേതാക്കൾ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോട്ടയം ജില്ലാ ആശുപത്രിയിൽ കിഫ്ബി മുഖാന്തരം കേരള സർക്കാർ അനുവദിച്ച 10 നില കെട്ടിടത്തിന്റെ നിർമ്മാണം മണ്ണുനീക്കം ചെയ്യുന്നതിന്റെ പേരിൽ തടസ്സപ്പെടുത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA രാജിവെക്കണമെന്ന് LDF കോട്ടയം നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. 10 നില കെട്ടിടത്തിന്റെ പണി നടത്തേണ്ട സ്ഥലത്തിന്റെ താഴത്തെ 2 നിലകൾ ശാസ്ത്രി റോഡിന്റെ സമാന്തര റോഡിലേക്ക് അഭിമുഖമായും മറ്റ് 8 നിലകൾ തെക്കോട്ട് ആശുപത്രി കോമ്പൗണ്ടിലേക്ക് അഭിമുഖമായും നിർമ്മിക്കാനാണ് പ്ലാനും കരാറും ഉള്ളത്. മണ്ണ് നീക്കം ചെയ്ത് ആരോഗ്യവകുപ്പിന്റെ പുളിക്കുന്നിലെ സ്ഥലത്ത് ആശുപത്രി കെട്ടിടം നിർമ്മിക്കാനായി ഇൻകലിനെ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു. 2023 ചേർന്ന വികസന സമിതി യോഗത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ മണ്ണ് പുറത്തു കൊണ്ടുപോകുന്നത് തടഞ്ഞു. പിന്നീട് നടന്ന യോഗങ്ങളിൽ MLA എതിർപ്പ് തുടർന്നുവെന്ന് മാത്രമല്ല, നവംബർ 4 നടത്തിയ യോഗത്തിലും കടുംപിടുത്തം തുടർന്നു. കോട്ടയത്ത് തന്നെ മണ്ണ് നിക്ഷേപിക്കണമെന്ന വാശി തുടർന്നുവെങ്കിലും നാമമാത്രമായ മണ്ണുനീക്കൽ മാത്രമാണ് നടത്തിയത്. മന്ത്രി VN വാസവൻ ഇടപെട്ട് ഐമനം പഞ്ചായത്തിനെ കൊണ്ട് കുറേയേറെ മണ്ണ് നീക്കി. പക്ഷേ കരാറുകാരന്റെ കാലാവധി തീരുന്നതിനാൽ 10 നില നിർമ്മാണം സാധ്യമാകില്ല. കെട്ടിടം പണി പൂർത്തിയാക്കാൻ അധിക തുക കണ്ടെത്തേണ്ട ഗതികേടിലായി സർക്കാരെന്നും LDF നേതാക്കൾ പറഞ്ഞു. 219 കോടി രൂപയുടെ പദ്ധതി പ്രവർത്തനം നടപ്പാക്കാൻ ഇന്നത്തെ നിലയ്ക്ക് 10 നില കെട്ടിടം പണിയാൻ പറ്റില്ല എന്ന് അവര് ഇൻകൽ അറിയിച്ചിരിക്കുകയാണ്. ഫലത്തിൽ 219 കോടി രൂപയുടെ കെട്ടിടത്തിന്റെ സ്ഥാനത്ത് 10 നില കെട്ടിടത്തിന്റെ സ്ഥാനത്ത് ഈ 3 കൊല്ലം നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായി പണി സ്തംഭിക്കുകയോ അല്ലെങ്കിൽ എല്ലാ നിലകളും പണിയാൻ പറ്റാതെ വരികയോ ചെയ്തിരിക്കുകയാണ്. കരാറുകാരന്റെ കാലാവധി ഉടൻ അവസാനിക്കുകയാണ്. അധികമായി ഒരു 100 കോടി രൂപയെങ്കിലും ഇതിനായി നൽകിയിട്ട് വരും എന്നുള്ളതാണ് ഇപ്പോൾ അധികാരികൾ പറയുന്നത്. അതിന്റെ സാങ്കേതികത്വം വ്യക്തമായിട്ടില്ല. ജില്ലാ ആശുപത്രിക്ക് നിർമ്മാണം പൂർത്തിയാക്കാൻ 100 കോടിയോളം രൂപയുടെ അധിക ബാധ്യതയാണ് MLA ഇപ്പോൾ സർക്കാരിനുമേൽ അടിച്ചേൽപ്പിക്കുന്നത്. ലോക മാതൃകയായ മീനച്ചലാർ, മീനന്തറയാർ, കൊടൂരാർ പുനർസംയോജന പദ്ധതിയെ സംശയമുന്നിൽ നിർത്താൻ നിയമസഭയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന ചോദ്യം ചോദിക്കുന്ന നിലവാര തകർച്ചയാണ് MLA പ്രകടിപ്പിച്ചതെന്നും LDF നേതാക്കൾ പറഞ്ഞു. ഒക്ടോബർ 10 രാവിലെ 9 മണിക്ക് കോട്ടയം ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നിർമ്മാണ സ്തംഭനത്തിനെതിരെ LDF പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ, LDF മണ്ഡലം കൺവീനർ MK പ്രഭാകരൻ, CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സന്തോഷ് കേശവനാഥ്, കേരള കോൺഗ്രസ് M മണ്ഡലം പ്രസിഡന്റ് ജോജി കുറത്തിയാടൻ, NCP സംസ്ഥാന സെക്രട്ടറി സാബു മുരിക്കവേലി, കോൺഗ്രസ് S സംസ്ഥാന നിർവാഹക സമിതി അംഗം പോൾസൺ പീറ്റർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU കോട്ടയം ജില്ലാ സമ്മേളനം ശനിയാഴ്ച പൊൻകുന്നത്ത് നടക്കും. ലീല മഹാൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TR രഘുനാഥൻ ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് യാത്രയയപ്പ് സമ്മേളനവും പൊതുചർച്ചയും നടക്കും. 2026 ജനുവരി 17, 18, 19 തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് ഗിരീഷ് S നായർ, ട്രഷറർ TN ഗിരീഷ് കുമാർ, കൺവീനർ AJ ഗിരീഷ് കുമാർ, IS രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. 2008 കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ സമ്മേളനം പൊൻകുന്നത്ത് വെച്ച് നടക്കുന്നത്. 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ ജില്ലാ സമ്മേളനത്തിന് പൊൻകുന്നം വേദിയാകുന്നത്. ഈ സമ്മേളനത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച തരത്തിലുള്ള ജില്ലയിലെ 11 കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഏരിയ കേന്ദ്രങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഈ മേഖലയുമായി ബന്ധപ്പെട്ടും ജില്ലയുമായി ബന്ധപ്പെട്ടും ഉള്ള സഹകരണ മേഖലയിലെ വിഷയങ്ങളെ സംബന്ധിച്ചും ജീവനക്കാരുടെ സേവന വ്യവസ്ഥകളെ സംബന്ധിച്ചും സമൂഹത്തിൽ
സഹകരണ മേഖല ചെലുത്തുന്ന സ്വാധീനത്തെ സംബന്ധിച്ചുകൊണ്ട് വളരെ വിശദമായ ചർച്ചകൾ മുൻവെച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് CA2-ന്റെ ഇന്ത്യ വൈസ് പ്രസിഡന്റ് സഹർ ടി.ആർ. രഘുനാഥനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. വികസന കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാതെ പ്രവർത്തിക്കാൻ ജനപ്രതിനിധികൾക്ക് കഴിയണമെന്ന് PT ഉഷ MP. ആദർശ ഗ്രാമമായി തെരഞ്ഞെടുത്ത പള്ളിക്കത്തോട് പഞ്ചായത്തിൽ നടപ്പാക്കുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു MP. പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന 1,17,00,000 രൂപയുടെ വികസന പദ്ധതികളായ സ്മാർട്ട് അംഗൻവാടി, മിനി മാസ്റ്റ് ലൈറ്റുകൾ, അരുവിക്കുഴി ടർഫ്, സ്ട്രീറ്റ് ലൈറ്റ്, MCF എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഡോക്ടർ PT ഉഷ MP നിർവഹിച്ചു. ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ ജനപ്രതിനിധികൾക്ക് കഴിയുമോ അതെല്ലാം ചെയ്യണമെന്ന് PT ഉഷ MP പറഞ്ഞു. ഒരു പ്രവൃത്തി തുടങ്ങിയാൽ അത് വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും MP പറഞ്ഞു. സാധാരണ നിലയിൽ നോമിനേറ്റ് ചെയ്യുമ്പോൾ ആ MP-മാരൊന്നും അവിടെ പാർലമെന്റിൽ തന്നെ നോമിനേറ്റഡ് ആയിട്ടുള്ള MP-മാർ പകുതിയിലധികം വരാറില്ല. അപ്പൊ അതൊരു അലങ്കാര വസ്തുവായിട്ട് സാധാരണ അവിടെ കാണാറ്, അവരതൊന്നും ഉപയോഗപ്പെടുത്താറ് പോലും ഇല്ല. അപ്പോ എനിക്ക് അങ്ങനെ ഒരു സാധനത്തിനൊരു ഇങ്ങനെ ഒരു അലങ്കാര വസ്തുവായിട്ട് വെക്കുന്നതിന് തീരെയും താല്പര്യമില്ല. അപ്പൊ അങ്ങനെയാണ് ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാക്സിമം ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ആദർശ ഗ്രാമം ഒരു ഗ്രാമം ദത്തെടുക്കാന്ന് കേട്ടത്. അപ്പൊ അതെനിക്ക് ഭയങ്കര ആവേശമായി. പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ബിജു അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് വിപിന ചന്ദ്രൻ, സനു ശങ്കർ, അശ്വതി സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. PT ഉഷ MPയുടെ പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചെലവിട്ട് 6 സ്ഥലങ്ങളിൽ മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. ഇതിന്റെ ഉദ്ഘാടനം കയ്യൂരി പമ്പ് കവലയിൽ MP നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. ക്രൈസ്തവ സഭകളുടെ സാമ്പത്തിക വിനിയോഗം സംബന്ധിച്ച സുതാര്യതയ്ക്കായി ചർച്ച് ആക്ട് നടപ്പാക്കണമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ ആവശ്യപ്പെട്ടു. അതിനായി നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും CNA ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് നവംബർ 8-ന് എറണാകുളത്ത് സിംബോസിയം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അതായത് സഭയിലെ സാമ്പത്തിക സുതാര്യതയില്ലായ്മ, മറ്റു വിഷയങ്ങൾ എല്ലാം, സഭയിലെ മറ്റു പല ഭരണകാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ചർച്ച് ആക്ടിനെ സംബന്ധിച്ച്, അതായത് ഇതെല്ലാം പരിഹരിക്കുവാൻ ചർച്ച് ആക്ട് അനിവാര്യമാണോ എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു സിംബോസിയം സംഘടിപ്പിക്കുന്നു 2025 നവംബർ 8-ാം തീയതി, അതായത് അടുത്ത മാസം 8-ാം തീയതി ശനിയാഴ്ച എറണാകുളത്ത് വെച്ച് നടത്തുകയാണ്. പാല അൽഫോൺസ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മുൻ കോളേജ് ബർസാർ ഡോക്ടർ ജോസഫ് പുലവേലിൽ മെമ്മോറിയൽ പ്രഭാഷണ പരമ്പര നടന്നു. 2-ാം വിഭാഗത്തിൽ പ്രമുഖ പരിസ്ഥിതി സംരക്ഷക മേധാ പട്കർ പ്രഭാഷണം നടത്തി. ജനാധിപത്യ വികസനത്തിന് പുതിയ തലമുറ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് മേധാ പട്കർ സംസാരിച്ചത്. We the people of India, to whom the Constitution is presented and given the duty, responsibility not only to the state, the governments, but also to us as citizens. So we have to really take these questions in the hearts and heads of our lives and answer those based on truth and nothing else. കേരള ക്ഷേത്ര വാദ്യകല അക്കാദമിയുടെ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് ഒക്ടോബർ 10, 11, 12 തീയതികളിൽ നടക്കും. ഇതോടനുബന്ധിച്ച് സ്നേഹസംഗമവും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പിന്നെ അതിലെ വിശേഷമായിട്ടുള്ള പരുഷവാദ്യം, ഇതിലെയും ചെണ്ടയും അങ്ങനെയുള്ള വാദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ദിവസത്തെ പരിപാടികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തായമ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പരുഷവാദ്യം ഉൾപ്പെടുത്തി, പിന്നെ കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ദിവസം ചെയ്തിട്ടുണ്ട്. സദസ്സ് കൂടാതെ പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 35-ാം സംസ്ഥാന സമ്മേളനമാണ്. അതില് 35 ശംഖനാദത്തോടു കൂടിയാണ് ഈ പതാക ഉയർത്തലും ഈ ഭദ്രദീപം തെളിയിക്കലും നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതുവരെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താമരശ്ശേരിയിൽ ഡോക്ടർക്ക് നേരെ ഉണ്ടായ വധശ്രമത്തിൽ വ്യാപക പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായി ആരോഗ്യ പ്രവർത്തകർ സമരം നടത്തി. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി പടിക്കൽ പ്രതിഷേധ യോഗവും റാലിയും. തെള്ളകത്ത് വീട്ടമ്മ കഴുത്തറുത്ത് മരിച്ച നിലയിൽ മരണപ്പെട്ടത് പൂഴിക്കുന്നേൽ ലീന ജോസ്. മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ രാത്രി വീടിന് പുറകിലായി. വിപണിയിൽ ഏത്തപ്പഴത്തിന്റെ വില കുറയുന്നു. പലയിടങ്ങളിലും 100 രൂപയ്ക്ക് 3 കിലോ. ഏത്തവാഴ കർഷകർ സാമ്പത്തിക പ്രതിസന്ധിയിൽ.
പാലായിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക്. ഇന്നലെ SFI പ്രവർത്തകർ ജീവനക്കാരെ മർദ്ദിച്ചു. അപ്രതീക്ഷിത പണിമുടക്കിൽ വലഞ്ഞ യാത്രക്കാർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.